ജൂൺ 17 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ്. രണ്ടാമത്തെ പടിയുടെ ഭാഗമായിട്ടുള്ള ലിറ്ററേച്ചർ തന്നെയാണ്, ബിഗ് ബുക്കിൽ നിന്നാണ് പറയുന്നത്. ഒരു വലിയ ശക്തി എന്ന ആശയത്തെ എങ്ങനെയാണ് ഞാനെന്ന മദ്യാസക്തൻ ഉപയോഗത്തിലേക്ക് വരുത്തേണ്ടത് എന്നുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള മാർഗം എന്ന് തന്നെ പറയാം. വെറുതെ ദൈവത്തെക്കുറിച്ച് വാചാലമായിട്ടോ ദൈവത്തിന് വേണ്ടിയിട്ട് പോരാട്ടങ്ങൾ നടത്തിയിട്ടോ അതിൻ്റെ വക്കീലായിട്ടോ ഒന്നും കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു സുഹൃത്തിനോട് തോന്നുന്ന പോലെയുള്ള വികാരം നമ്മുടെ വ്യക്തിസത്തയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാനും അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താനുമുള്ള ഒരു സുഹൃത്തായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിർഭയരായി ഒരു ഭയവുമില്ലാതെ എൻ്റെ കുഴപ്പങ്ങളെ കണ്ടെത്തുകയും അതിൽ നിന്ന് മാറാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഞാൻ കണ്ടെത്തണം. എന്തിനാണ് ഈ വലിയ ശക്തി എന്ന ആശയത്തെ ഞാൻ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ എൻ്റെ ചിന്തയിലൂടെ ആയിരിക്കാം, ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിവില്ലായ്മയായിരിക്കാം. പക്ഷെ എൻ്റെ ചിന്തയിലുണ്ടായ കാര്യങ്ങൾ ഇത് പ്രവർത്തികളിലേക്ക് കടന്നു വരികയും എൻ്റെ മനോഭാവങ്ങളിലൂടെ അത് ചിലപ്പോൾ അലസതയായിരിക്കും, ഒട്ടും പ്രവർത്തിക്കാതിരിക്കുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല സ്വഭാവ ദൂഷ്യങ്ങളായിരിക്കാം. ഇതെല്ലാം എനിക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമാകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം അത് ആത്മാർത്ഥമായിട്ട് എനിക്കൊരു കുഴപ്പമുണ്ട് എന്ന് ഞാൻ കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ എനിക്കതിന് മാറ്റത്തിന് വഴിയുണ്ട്. അത് സുഹൃത്തിന് എന്ന പോലെ ആ വലിയ ശക്തിയെ ഞാൻ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ദൈവമുള്ളത്. അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആത്യന്തികമായ വിശകലനത്തിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് തന്നെ അപ്പോൾ പ്രാർത്ഥനകൾ ഞാൻ എന്നോട് തന്നെയുള്ള അർത്ഥനകളായി മാറുന്നു. വളരെ പ്രാക്ടിക്കലാണ്. എനിക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളുമായി എന്നോട് തന്നെയുള്ള ആവശ്യപ്പെടലുകളായിട്ടാണ് പറയുന്ന പ്രാർത്ഥനകളെ ഞാൻ ഉപയോഗത്തിലേക്ക് വരുത്തേണ്ടത് എന്നുള്ളതാണ്. അവിടെ തറ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കുഴപ്പങ്ങളും ഉണ്ട്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ സഞ്ചരിച്ചുകൊണ്ട് മാത്രം എന്നെപ്പോലൊരു മദ്യാസക്തന് സാധ്യമല്ലായിരുന്നു. കുടിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്തകളും പ്രവർത്തികളും എൻ്റെ കുടിയുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഉള്ള് ക്ലീൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അതല്ലാതെ പുറത്ത് എല്ലാം അലക്കി തേച്ച ഷർട്ടിട്ട് നടന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ വീട് വൃത്തിയാക്കുക എന്ന പ്രക്രിയ, എൻ്റെ ഉള്ളു ക്ലീൻ ചെയ്യുക, ഞാൻ എന്നെ തിരിച്ചറിയുക, എന്തൊക്കെ കുഴപ്പങ്ങൾ എനിക്കുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്ന് എനിക്ക് തുടങ്ങാൻ പറ്റും. എൻ്റെ പരിപൂർണമായ ദൗർബല്യങ്ങൾ സമ്മതിക്കുകയും എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ എനിക്ക് ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്താൻ തയ്യാറായാൽ അത് മാറ്റിത്തരാനായിട്ടാണ് ഈ വലിയ ശക്തിയെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അടിസ്ഥാനരഹിതമായ മുൻവിധികളെ തുടച്ചു നീക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ. ഒരടിസ്ഥാനം ഇല്ലാത്ത എനിക്ക് ഇങ്ങനെയായിരുന്നു, മുന്നേ ഉണ്ടായിരുന്നു, അങ്ങനെയാണ്, എനിക്ക് എന്ത് തോന്നുന്നു, എൻ്റെ തോന്നൽ ഇങ്ങനെയാണ്, എൻ്റെ തോന്നലിന് അവിടെ യാതൊരു പ്രസക്തിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. നിനക്ക് അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ നീ അങ്ങനെ വിചാരിക്കുന്നു എന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യമാകണമെന്ന് യാതൊരു കാര്യമില്ല. നീ ഒന്നുമല്ല, അതാദ്യം മനസ്സിലാക്കുക. നീ ആണ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. നീ ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം മുന്നോട്ട് പോകും. ആദ്യകാലത്ത് മക്കള് നമ്മളില്ലെങ്കിൽ എന്താ ചെയ്യുക, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, പെൺകുട്ടിയല്ലേ പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നും അവിടെ ഒരു പ്രസക്തിയില്ല. അല്ലെങ്കിൽ കുട്ടികളുടെ വയസ്സ്, അവരെല്ലാം ജീവിച്ചോളും. ഓരോരുത്തരും ജീവിച്ചിട്ടുണ്ട്. ഒരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മുന്നോട്ട് പോകുന്നൊക്കെ എന്നെ മനസ്സിലാക്കി. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അയ്യോ എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. എന്ത് ഭാര്യയും കുട്ടി? യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് കുടിക്കാതിരിക്കുന്നത്. എന്നാലാണ് അതിൻ്റെ ഒപ്പമാണ് മറ്റു കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം എൻ്റെ മുൻവിധികളെ മാറ്റാൻ, എല്ലാ തരത്തിലുമുള്ള മുൻവിധികളെ മാറ്റണം. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത മുൻവിധികളാണ് നല്ല ബോധ്യം. വളരെ സത്യസന്ധമായിട്ട് എനിക്ക് കുഴപ്പങ്ങളുണ്ട് എന്ന്, അവിടെയാണ് കടുത്ത സത്യസന്ധത. മറ്റുള്ളവരിൽ കാണുന്ന കുഴപ്പങ്ങൾ കൂടി നിർത്തി കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും കുഴപ്പങ്ങൾ തുടങ്ങി. അവർ കുഴപ്പം, ഇവർ കുഴപ്പം, അവൻ കാരണം അങ്ങനെയായി, ഇവൻ അങ്ങനെ ചെയ്തു. കാരണം മറ്റുള്ളവരുടെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും നോക്കുന്ന അതേ സാധനം എന്നിലേക്ക് തിരിച്ചു വയ്ക്കുക. ആ സത്യസന്ധതയെ ഞാൻ എൻ്റെ കുഴപ്പങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുക. എനിക്ക് കുഴപ്പമുണ്ടോ, എനിക്ക് ഈഗോ ഉണ്ടോ, എനിക്ക് മറ്റു കുഴപ്പങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളാണ് എനിക്കുള്ളത്, എന്തുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ
എപ്പോഴും എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തേക്കാളധികം കൂടുതൽ സമയം സംസാരിക്കുക, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരിക്കുക, ഞാൻ പറയണത് എല്ലാവരും കേൾക്കണം, ഒക്കെ ഓരോ തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളാണ്. ഞാൻ പൈസ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാതിരിക്കുക, അതുമാത്രം മറന്നു പോവുക, എനിക്ക് കിട്ടാനുള്ള ഓർമ്മ ഉണ്ടാവുക, നന്ദിയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ പറ്റാതെ, അതൊന്നും നിരവധി ലിസ്റ്റുകളുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ ഈ കുഴപ്പങ്ങളെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ എൻ്റെ ഉള്ളിലേക്കുള്ള ആത്മപരീക്ഷണം അല്ലെങ്കിൽ അന്വേഷണത്തെ ശക്തമാക്കിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആ വഴിത്താരയിൽ ജീവിത രീതിയിലേക്ക് വരുമ്പോൾ എൻ്റെ ദുർബലതകൾ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിത രീതിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാ തരത്തിലുള്ള മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് മാറണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായോ, അപ്പോൾ മാത്രമാണ് എനിക്ക് പരാജയം അറിയേണ്ടി വരില്ല എന്നാണ്. അപ്പം പിന്നെ എനിക്ക് കുടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഏതൊക്കെ പ്രശ്നങ്ങളാണ് എന്നെ കുടിയിലേക്ക് എത്തിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റും. ഞാൻ വെറുതെ ഇങ്ങനെ ഇതായി അവരിങ്ങനെയായി, എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച്, കഴിഞ്ഞു പോയ ജീവിതം അവിടെ പോയിക്കോട്ടെ, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നിനക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഈ ദിവസം ഈ നിമിഷത്തിൽ എൻ്റെ ഭയത്തെ എടുത്ത് കളാന്ന് പറഞ്ഞു. നീ എങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ആയതല്ല. ഇനി ഉണ്ടാവുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് അറിയില്ല നാളത്തെ ഒരു ദിവസത്തെക്കുറിച്ച്. ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആളുകൾ ഗുജറാത്തിൽ നിന്ന് ഈ ഉദാഹരണം വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അവരാരും വിചാരിച്ചിട്ടില്ല മരിച്ചു പോകുന്നുള്ളത്. ഇതൊന്നുമല്ല ഫ്ലൈറ്റ് വീണ് ഇറങ്ങിയ സ്ഥലത്ത് MBBS പഠിക്കുന്ന കുട്ടികൾ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വേറെ പല ആക്ടിവിറ്റികളാണ്. അവരൊരിക്കലും വിചാരിക്കുന്നില്ല ഒരു ഫ്ലൈറ്റ് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ വീണ് ഞങ്ങളും മരിക്കുന്നു. അപ്പോൾ ഇതത്രയേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ അരാജകവാദികളുടെ ജീവിതമല്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ട്, മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ കൃത്യമായി കൊണ്ടുപോകാൻ ഞാനെന്ന മധ്യാസക്തനെ എങ്ങനെ ഒരുക്കിയെടുക്കണം, എവിടെയാണ് എൻ്റെ ഉള്ളിലുള്ള ആ അവബോധത്തെ അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ്, ശുഷ്കാന്തിയോടുകൂടിയുള്ള അന്വേഷണത്തോടു കൂടിയിട്ട് പരാജയം അറിയാതിരിക്കാൻ സത്യസന്ധമായി എൻ്റെ കുഴപ്പങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും കണ്ടെത്തിയിട്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായ മുൻവിധികളെ മാറ്റിക്കൊണ്ട്, എല്ലാം ഗുണം എനിക്ക് തന്നെയാണ്, ഇതെല്ലാം ഞാൻ എന്തിനാ ചെയ്യുന്നത്, എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റുന്നത്, അത് അഭിമാനപൂർവ്വം എടുത്ത് പറഞ്ഞ് ഞാനത് ചെയ്തു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ളത് എൻ്റെ പരിശോധനയിൽ കാണാൻ പറ്റണം. എനിക്ക് തോന്നും എൻ്റെ ഒരു ജീവിതം വെറുതെ പോകുന്നതല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവും. ഇനി കുടിയെ മാത്രമല്ല, മറ്റു കാര്യങ്ങളിൽ സന്തോഷം എന്തെന്നറിയും. ഭയത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് നാളുകളെക്കുറിച്ചുള്ള ഭയം ഇല്ലാതെയാവുക എന്നുള്ള വലിയൊരു സംഭവം, അതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. പ്രാക്ടീസ് ചെയ്ത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലൂടെ നമ്മളെ കണ്ടെത്തി വരുമ്പോൾ നമുക്കുണ്ടാവും. നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നിന്ന് നേരിടും. പല പ്രശ്നങ്ങളും വരും നമ്മുടെ മുന്നിൽ. ആ പ്രശ്നങ്ങളുടെ ഒന്നും പേരിൽ കിടന്നിങ്ങനെ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരിക്കലും മറ്റുള്ള ആളുകളെ അതിനുവേണ്ടി കുറ്റപ്പെടുത്താനോ നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തലോ ഇല്ലാതെ മാറ്റത്തിനുള്ള വിധേയത്വം, എവിടെയാണ് നമ്മൾ മാറ്റം, യഥാർത്ഥ ആശ്രയത്വത്തിലേക്ക് കടന്നു വരേണ്ട, അല്ലെങ്കിൽ അതിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ അതിനെ പ്രയോഗത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ നടത്തിയിരുന്നത്. നമുക്ക് ഒരുമിച്ച് ഉണ്ടേ പറയും തത്വം കൊണ്ട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.